ഒരു കാര്യം ചർച്ച ചെയ്യും, അത് ഞാൻ പറയാം. മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടർഫ് നല്ല നിലയിൽ വന്നതിന് ശേഷം ഇന്നലെ അതിക്രമിച്ച് കോൺഗ്രസ് നേതൃത്വം അവിടെ കയറി വൃത്തികേട് കാണിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. അതിനാവശ്യമായ നടപടികളുണ്ടാവണം. കോൺഗ്രസ് അതിൽ പശ്ചാത്തപിക്കേണ്ടതുണ്ട്. പോലീസിൽ പരാതി കൊടുത്തല്ലോ. ഒരു ടർഫ് അതുപോലെ ഇൻ്റർനാഷണൽ ലെവലിൽ കൊണ്ടുവന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ കൊണ്ടുവന്നതിനകത്ത് കയറി ചവിട്ടി മതിക്കുന്ന തെറ്റ്, ഞാൻ വേറെ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, തെറ്റ് ശരിയായില്ല എന്ന് പറയാൻ ഒന്നുകിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെങ്കിലും തയ്യാറാകണം. ആ ടർഫ് അങ്ങനെ വെറുതെ ഉണ്ടാവില്ല. മെസ്സിയൊക്കെ വന്ന് കളിക്കണമെങ്കിൽ ആ ലെവലിലേക്ക് അത് മാറ്റണം. ആ പണിയെ തകർക്കുക ചെയ്യണം. അതിൻ്റെ അർത്ഥം മെസ്സി വരണ്ടെന്നാണ്. അതാണ് നിലപാടെങ്കിൽ അതൊക്കെ പറഞ്ഞോളാം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ്. അത്രേ ഉള്ളൂ. ദിവ്യാവനിയുടെ പരിപാടി നടത്തുമ്പോൾ ഇതൊന്നും നോക്കിയില്ലേ ഈ സുരക്ഷ ഒന്നും? കോൺഗ്രസുകാർക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് GCDA ചെയർമാൻ കെ ചന്ദ്രൻപിള്ള. കോൺഗ്രസ് പ്രതിഷേധം നടത്തിയപ്പോൾ ഇന്റർനാഷണൽ നിലവാരത്തിൽ ഉണ്ടാക്കിയ സ്റ്റേഡിയത്തിന്റെ ടർഫ് അത് ചവിട്ടി മെതിക്കുകയാണ് ചെയ്തത്. ഞാൻ മറ്റൊന്നും പറയുന്നില്ല, പക്ഷേ അത് തെറ്റാണ്, അത് തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസ് നേതൃത്വം പറയണം എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ കെ ചന്ദ്രൻപിള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം തന്നെ GCDA എക്സിക്യൂട്ടീവ് യോഗം ചേരും. അതിന് മുന്നോടിയായിട്ടാണ് അവിടേക്ക് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും എത്തുന്നത്. GCDAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുൻപാകെ ഈ സ്റ്റേഡിയത്തിന് നിറമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കായി എത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് സ്റ്റേഡിയത്തിന് ഇപ്പോഴും ഭാവിയിലും ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. രാവിലെ സ്പോൺസറുടെ ഇടപെടലിൽ കൃത്യമായി രാഷ്ട്രീയ തീരുമാനം കൂടി പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു കെ ചന്ദ്രൻപിള്ള. സ്പോൺസറുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, താൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടായത് എന്ന് കെ ചന്ദ്രൻപിള്ള പറയുന്നുണ്ട്. അതേ വിഷയം ചർച്ച ചെയ്യാൻ GCDA എടുത്ത ദിവസം തന്നെയാണ് സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം അവിടെ നിറം മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതുകൊണ്ട് തന്നെ ഡ്യൂറോള കമ്പനിയുമായുള്ള 5 വർഷത്തെ വാറന്റി, എന്തെങ്കിലും പിന്നീട് പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്നതടക്കമുള്ള DLP ഒക്കെ ഇനി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്ന വിഷയം GCDAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപാകെ ചർച്ചയ്ക്ക് വരുന്ന അതേ ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ കെ ചന്ദ്രൻപിള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. റിയ ബേബി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയ, ഏറ്റവും അവസാനം കെ ചന്ദ്രപിള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുന്ന വിമർശനം കോൺഗ്രസിനെതിരെയാണ്. കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനിടയിൽ സ്റ്റേഡിയത്തിനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാണ്. മാധു, അല്പസമയം മുമ്പാണ് GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള നേരത്തെ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് GCDAക്ക് നേരിട്ട് ഈ സ്പോൺസറുടെ ജോലികളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളില്ല. GCDA ഇത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിക്കുകയായിരുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് സ്പോൺസറുമായി മറ്റു ജോലികളും അതിൻ്റെ മേൽനോട്ടവും ഒക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ GCDAക്ക് കാര്യങ്ങളൊക്കെ അറിവുണ്ടായിരുന്നു എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ചോദിച്ചു. അവിടെ GCDA ചെയർമാൻ പറയുന്നത് അത് ചെറിയൊരു കളർ മാറ്റം ആവശ്യമുണ്ടായിരുന്നു. അത് ആവശ്യപ്പെട്ടതനുസരിച്ച് GCDA കൂടി അറിഞ്ഞുകൊണ്ടുള്ള ആ കളർ മാറ്റമാണ് അവിടെ നടക്കുന്നതെന്നാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മാധു, കാരണം GCDA നേരത്തെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ എന്തൊക്കെ ജോലികളാണ് നടക്കുന്നതെന്ന് ചന്ദ്രൻപിള്ള തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരണത്തിൽ പെയിൻറ്റിംഗ് ജോലിയെക്കുറിച്ചുള്ള യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. മറ്റ് പിച്ചിൻ്റെ നവീകരണം, ഗാലറിയുടെ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. 7ാമത്തെ പോയിന്റ് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ പെയിൻറ്റിംഗ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. അങ്ങനെയെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശങ്ക കൂടി അതിനോട് ചേർത്ത് വായിക്കണം. വാറണ്ടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം എഞ്ചിനീയറിംഗ് വിഭാഗം തന്നെയാണ് GCDAയോട് വ്യക്തമാക്കുന്നത്. അജണ്ടയിലും അക്കാര്യം ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ GCDA ചെയർമാൻ നിഷേധിക്കുകയാണ്. അത് ഒരു ചർച്ച ചെയ്യേണ്ട സാഹചര്യമല്ല, വിഷയമല്ല എന്നതാണ്. അതായത് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് സ്പോൺസർക്കല്ല എന്ന് പറയുകയും, അതായത് ഞങ്ങൾക്കല്ല ഇതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലോ, ഞങ്ങളുടെ മേൽനോട്ടത്തിലല്ല, ഞങ്ങളല്ല സ്പോൺസർക്ക് കരാർ കൊടുത്തത് എന്ന് പറയുന്നത്. പക്ഷേ അതേ ആളുകൾ തന്നെയാണ് ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത്. ഒരു വശത്ത് ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഇത് സ്പോൺസറുടെ തോന്നിവാസത്തിന് ചെയ്യുന്നതല്ല, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നു. ഇതിൽ ഏത് നിലപാട് മനുഷ്യൻ വിശ്വസിക്കും?
അതെ, ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് ഒരു വ്യക്തതയോടെ എടുക്കാൻ GCDക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം ഈ കരാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് SKFുമായി സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി കായിക വകുപ്പ് ഏർപ്പെട്ടിരിക്കുന്ന ഒരു കരാറാണ് എന്ന് കൃത്യമായി തന്നെ മറുപടി പറയുന്നു. രണ്ടാമത്തെ കാര്യങ്ങൾ നമ്മൾ ഈ നവീകരണ ജോലികളുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ അനാവശ്യ ഇടപെടൽ ഉണ്ടല്ലോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അതങ്ങനെയല്ല, GCD അതൊക്കെ മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നൊരു വിശദീകരണം തൊട്ടടുത്ത് തന്നെ വരുന്നപ്പോൾ ഒരു അവ്യക്തത GCDക്ക് തന്നെ ഉണ്ട് എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെ ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗം അങ്ങനെ ഒരു ആശങ്ക GCDയുടെ മുന്നോട്ട് വെക്കേണ്ടതില്ല. ഇന്നത്തെ എക്സിക്യൂട്ടീവിലെ അജണ്ടയായി തന്നെ അക്കാര്യം എഞ്ചിനീയറിംഗ് വിഭാഗം മുന്നോട്ട് വെക്കേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. GCDക്കകത്ത് തന്നെ അതിൽ അതൃപ്തിയുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. പിന്നീടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനൊരു കരാറുണ്ടോ, എത്ര നാൾ കൊണ്ട് ഇത് പൂർത്തിയാക്കുമെന്നാണ് കരാറിലുള്ളത്, എത്ര കോടിയുടെ നവീകരണമാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അങ്ങനെ യാതൊരു വിധത്തിലുള്ള കൃത്യമായ രേഖകളോ കരാറുകളോ ഇല്ലാതെ എന്തുകൊണ്ടാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം പോലെ ഒരിടത്ത് നവീകരണ ജോലികൾ അതൊരു സ്പോൺസർക്ക് തോന്നും പോലെ ചെയ്യാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും GCDയുടെ എക്സിക്യൂട്ടീവ് യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശ്രീനുജൻ MLA അടക്കമുള്ളവർ പറഞ്ഞത് യോഗശേഷം ഞങ്ങൾ കൃത്യമായി പ്രതികരിക്കാമെന്നുള്ളതാണ്. മറ്റൊന്ന് ചന്ദ്രൻപിള്ള എടുത്തു പറയുന്ന ടർഫിനുണ്ടായ കേടുപാടുമായി ബന്ധപ്പെട്ടാണ്. അത് രാഷ്ട്രീയ വിമർശനം കൂടി കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം കൃത്യമായി ഇതിലൊരു മറുപടി GCD എടുക്കുന്ന തീരുമാനമടക്കം വ്യക്തമാക്കുമെന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള വിവരം. റിയ ബേബിയാണ് വിവരങ്ങൾ നൽകിയത്.